സദാസീന്നോ സദാസീത് തദാനീന്നാസീദ്രജോ നോ വ്യോമാ പരോയൽ കിമാവരീവാ കുഹകസ്യ ശർമ്മന്നംഭ കിമാസീദ്ഗഹനം ഗഭീരം ന മൃത്യുരാസീദമൃതം ന തരുഹി നരാത്ര്യാ അഹ്ന ആസീൽ പ്രകേതാ ആനീതവാതം സ്വധയാ തദേകം തസ്മാദ്ധാന്യം ന പരഃ കിഞ്ചനാസാ തമ ആസീത് തമസാ ഗൂഢമഗ്രേ പ്രകേതം സലിലം സർവമാ ഇദം തുച്ഛ്യേന ഭവപി ഹിതം യദാസീത് തപസസ്തന്മഹിനാ ജായതൈകം. സൃഷ്ടിക്കു മുമ്പ് ആത്മതത്വം മൂടി മായാപരമായ ഭാവരൂപാജ്ഞാതമായ ഇരുട്ടായിരുന്നു. ഇരുട്ടാൽ എല്ലാം മറയുന്ന പോലെ ആ ഇരുട്ടാൽ മറഞ്ഞ് നാമരൂപങ്ങൾ പ്രസ്പഷ്ടമായതറിയാതെ ഇക്കണ്ട ജഗത്ത് മുഴുവൻ പാലും വെള്ളവും ചേരുമ്പോൾ വേർതിരിക്കാനാവാത്ത വിധം ഇരുട്ടാൽ വേർതിരിച്ചറിയാനാവാത്ത മട്ടിലായിരുന്നു. ഉള്ളതും ഇല്ലാത്തതും തിരിച്ചറിയാൻ പാടില്ലാത്ത ഭാവരൂപാജ്ഞാതമായിരുന്നു ഇരുട്ട് മാത്രം. സൃഷ്ടിക്കു മുമ്പുള്ള അവസ്ഥയിൽ പരമേശ്വരന്റെ മനസ്സിൽ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹമുണ്ടായി. സൃഷ്ടിയുടെ തത്വം ആരാണ് സത്യമായി അറിയുന്നത്? ഇന്നും ഭൗതികശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും സൃഷ്ടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വെളിവായിട്ടില്ല. സൃഷ്ടി പ്രകൃതിയുടെ സ്വഭാവമാണ് എന്നേ പറയാനാവൂ, അഥവാ പ്രപഞ്ച പ്രകൃതിയാണ്. വെള്ളത്തിലാണ് സൃഷ്ടിയുടെ ആദ്യങ്കുരം പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഭാരതീയ ചിന്ത വിശ്വസിക്കുന്നു. ബിന്ദുസ്വരൂപിണിയായി അമ്മ സ്പന്ദിച്ചു എന്ന് തന്ത്രം പഠിക്കുന്നു. നൂറ്റാണ്ട് നീണ്ട മഹാവർഷം ഭൂമിയിൽ സമുദ്രം സൃഷ്ടിച്ചു. ഇന്നും അകക്കാതൽ തണുത്തിട്ടില്ലാത്ത മേദിനി ആദ്യ സൃഷ്ടിക്ക് തയ്യാറായി. ഭൂമിദേവി ഉർവരയായി. വൃക്ഷലതാദികളുണ്ടായി ഏറെ കഴിഞ്ഞാണ് പ്രാണിവർഗം പ്രത്യക്ഷപ്പെട്ടത്. മെല്ലെ മെല്ലെ ഏകകോശജീവികൾ ബഹുകോശ പ്രാണികളായി. പക്ഷികളും നാൽക്കാലികളും ഉണ്ടായി. ദ്വിപദികളും അവരുടെ യുഗം ആരംഭിച്ചു. മാനവരാശിയുടെ ആ ബാല്യകൗമാരങ്ങളിൽ തന്നെ സൃഷ്ടിരഹസ്യം ആരാഞ്ഞ് അവൻ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് ആന്തരിക പ്രജ്ഞയിലേക്ക് തിരിഞ്ഞു. മനുഷ്യഭാവനയുടെ ആദ്യത്തെ ചിന്താസംഹിതകളാണ് വേദങ്ങൾ. അറിയപ്പെട്ടിടത്തോളം മനുഷ്യരാശിയുടെ പ്രഥമ ദർശനങ്ങൾ. ആ ആദ്യ ചിന്തയിൽ തന്നെ മനുഷ്യമസ്തിഷ്കത്തിന്റെ അത്യത്ഭുതാവഹമായ നേട്ടങ്ങൾ സമാഹരിക്കപ്പെട്ടു. അവയത്രേ അനാദിയെന്നും അപൗരുഷേയമെന്നും വിശ്വസിച്ചു വരുന്ന വേദം. നിഗമത്തിൽ നിന്ന് ആഗമം ഉണ്ടായി. പ്രപഞ്ച സൃഷ്ടികർത്താവിനെപ്പറ്റി ചിന്തിച്ച ആദ്യ കവികൾ വിശ്വകർമാവിന് നാമരൂപങ്ങൾ നൽകി. നാമരൂപങ്ങളില്ലാത്ത ബ്രഹ്മത്തെ അവർ മൂർത്തിസങ്കൽപ്പിച്ച് കുടിയിരുത്തി. സഗുണോപാസനയുടെ ശ്രേഷ്ഠതലമാണ് തന്ത്രം. മൂർത്തിസങ്കല്പവും ഭാവവും ജ്ഞാനയോഗക്രിയാചര്യകളാകുന്ന ചതുഷ്പാദങ്ങളിലൂടെ വിസ്തരിക്കുന്നു. ഭൂപരിഗ്രഹം മുതൽ പ്രതിഷ്ഠ, നിത്യനിദാനം, വിശേഷം, ഉത്സവം, പ്രായശ്ചിത്താദികളാണ് തന്ത്രഗ്രന്ഥം പ്രതിപാദിക്കുന്നത്. ഉത്സവം
അങ്കുശാദിയും പടഹാദിയും ധ്വജാദിയും ആയാലും കൊടിയേറ്റത്തോടെ ആരംഭിക്കുകയാണ് കേരളീയ സമ്പ്രദായം. ക്ഷേത്രാവശ്യത്തിനുള്ള ധ്വജം സമ്പാദിക്കുവാനായി ആചാര്യൻ വാദ്യഘോഷങ്ങളോടുകൂടി കുത്തുവിളക്ക് മുമ്പിലായി വനത്തിൽ പ്രവേശിക്കുന്നു. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണാ പ്രാതരശ്വിനാ പ്രാതർഭഗം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതഃ സോമമുതരുദ്രം ഹുവേമാ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമദിതേര്യോ വിധർത്താ ആധ്രശ്ചിദ്യം മന്യമാനസ്തുരശ്ചിദ്രാജാചിദ്യം ഭഗം ഭക്ഷീത്യാഹ. ഭാരതീയ ചിന്തയനുസരിച്ച് വാതിൽ പുറപ്പാട് മുതൽ അന്ത്യയാത്ര വരെ മന്ത്രപൂരിതമാകുന്നു. പ്രാണികുലത്തിനു മുമ്പുണ്ടായ വൃക്ഷലതാദികളെ പൂജിച്ച് വനദേവതകളെ പ്രസാദിപ്പിച്ച് കാനനപ്രവേശം അനുവദിച്ചിട്ടുള്ളൂ. കേരളം മുഴുവനും കാനനങ്ങളും ഗ്രാമവും നഗരവും പരിരക്ഷിക്കുവാനായി ശാസ്ത്രപ്രതിഷ്ഠകൾ കാണാം. തന്ത്രികൾ വനശാസ്താവിനെ പൂജിച്ച് ദേവതകൾക്ക് നിവേദ്യം അർപ്പിച്ച് അവരുടെ യാത്ര തുടരുന്നു. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ. സൃഷ്ടിയുടെ ആരംഭം ജലത്തിൽ നിന്നാണെന്ന് ആരുഷ സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നു. ജലം, ഒഴുകുന്ന ജലം ലോക നാഗരികതയ്ക്ക് ഈറ്റില്ലമായി മാറിയതും ചരിത്രം പഠിക്കുന്നു. പ്രാണികുലത്തിന് മുഴുവൻ അന്നം നൽകുന്ന വൃക്ഷങ്ങളും ലതകളും മറ്റ് എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ജലത്താൽ വളർച്ച നേടുന്നു. ജലത്തിൽ തന്നെ പര്യവസാനിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ലൗകിക യുക്തിക്ക് ഇത്തിരി സംശയം തോന്നാവുന്നതായ സന്ദർഭം, എല്ലാ പ്രാണികളും പ്രാണികുലവും സസ്യലതാദികളും ജലത്തിൽ തന്നെയാണോ പര്യവസാനിക്കുന്നത് എന്ന്. പരമാർത്ഥത്തിൽ ജലം തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാര കാരണമായിട്ടുള്ളത്. അതാകുന്നു പ്രാണനും. അന്നവും ജലത്തിൽ നിന്നുദ്ഭവിക്കുന്നു. അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉത്ഭവിക്കുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പാടുന്നു.
आपोहिष्ठामयो भुवस्तान ऊर्जे दधातना महेरणाय चक्षसे यो वा शिवतमो रसस्तस्य भाजयते हना उशतीरिव मातरा तस्मा अरङ्गमामवो यस्य क्षयाय जिन्वथा आपो जनयथा चना शन्नो देवीरभिष्टया आपो भवन्तु पीतये शंयोरभिस्रवन्तु नः ईशानावार्याणां क्षयन्तीश्चर्षणीनाम् अपो याचामि भेषजम् अप्सु मे सोमो അബ്രവീദന്തർവിശ്വാനി ഭേഷജാ. ഏത് കർമ്മവും ആരംഭിക്കുന്നതിന് മുമ്പ് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തുന്നു. ബാഹ്യ ആഭ്യന്തര ശുദ്ധി കൂടാതെയുള്ളതായ കർമ്മം വിഫലമത്രേ. സ്നാനാദി ബാഹ്യശുദ്ധിയും മന്ത്രങ്ങളെ കൊണ്ടും പ്രാണായാമങ്ങളെ കൊണ്ടും ആന്തരിക ശുദ്ധിയും വരുത്തിയേ കർമ്മങ്ങൾ ആരംഭിക്കുവാൻ പാടുള്ളൂ എന്നാണ് ആചാര്യമതം. ദുരിതം മയി യദ്വാഹമഭിദുദ്രോഹ യദ്വാശേപ ഉതാനൃതം ആപോ അദ്യാന്നവചാരിഷം രസേന സമഗസ്മഹി പയസ്വാനഗ്ന ആഗഹിതം മാ സംസൃജ വർച്ചസാ അപക്രാമന്തു ഭൂതാനി ദേവതാശ്ച സഗുഹ്യകാഃ യുഷ്മഭ്യം ച ബലിർഭൂയാത് തമ്മേ ദിശത പാദപം ശിവമസ്തു മഹീപുത്ര തുഭ്യം ദേവാഃ സഗുഹ്യകാഃ കർമ്മൈതൽ സാധയിഷ്യാമി ക്രിയതാം വാ സപര്യയാ. മറ്റു ഭക്ഷണാദികളെ കേട്ടാലും ഞങ്ങൾ എടക്കളത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കായി ഈ ഭൂമിയുടെ പുത്രനായ ഈ വൃക്ഷത്തെ മുറിക്കാൻ ആഗ്രഹിക്കുന്നു. ആയതിന് നിങ്ങളെല്ലാവരും അനുഗ്രഹം തന്ന് അനുവാദം തരുവാൻ അപേക്ഷിക്കുന്നു. ശ്രീപാദപായ നമഃ.